അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത നിരവധി ക്ഷേത്രങ്ങൾ ഇന്ത്യയിലുണ്ട് എന്ന് ഏതൊരാൾക്കും അറിയാം. അതിലൊന്നാണ് തെലങ്കാനയിലെ ഭദ്രാചലം ക്ഷേത്രം എന്നത്. ഹൈദരാബാദിൽ നിന്നും ഏകദേശം 300 കിലോമീറ്റർ അകലെയായാണ് ഈ ശ്രീരാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്രിസ്ത്യാനിയായിരുന്ന നയൻതാര ഹിന്ദുമതം സ്വീകരിച്ചതിനു ശേഷം ആദ്യമായി സന്ദർശനം നടത്തിയത് ഈ ക്ഷേത്രത്തിലായിരുന്നു. ശ്രീരാമരാജ്യം എന്ന തെലുങ്ക് സിനിമയിൽ സീതയുടെ വേഷം അവതരിപ്പിച്ചിരുന്നത് നയൻതാരയായിരുന്നു. ഈ സിനിമയുടെ പൂജയ്ക്കായാണ് നയൻതാര ഈ ക്ഷേത്രം സന്ദർശിച്ചത്. പുണ്യനദിയായ ഗോദാവരിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ ഒരു ചെറുപട്ടണമാണ് ഭദ്രാചലം എന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ തെലങ്കാനയിലെ ഖമ്മം ജില്ലയിലാണ് ഇതിഹാസ സമൃദ്ധമായ ഈ പട്ടണം. തലസ്ഥാന നഗരമായ ഹൈദരാബാദിന്റെ വടക്ക് കിഴക്ക് ദിശയിൽ 309 കിലോമീറ്റർ ദൂരെയായാണ് ഭദ്രാചലം സ്ഥിതി ചെയ്യുന്നത്. മേരുവിനും മേനകയ്ക്കും വരസിദ്ധിയാൽ ലഭിച്ച ഭദ്ര എന്ന പുത്രനിൽ നിന്നാണ് ഭദ്രഗിരി അഥവാ ഭദ്രാചലം എന്ന പേര് ഈ പട്ടണത്തിന് ലഭിച്ചത്. ഭദ്രയുടെ മല എന്നാണ് ഭദ്രാചലം എന്ന പേരിന്റെ അർത്ഥം. ശ്രീരാമന്റെ ജന്മനാടായ അയോധ്യ കഴിഞ്ഞാൽ രാമഭക്തരുടെ ഇടയിൽ സുപ്രധാനമായ സ്ഥാനമാണ് ഭദ്രാചലത്തിനുള്ളത്. വനവാസകാലത്ത് ശ്രീരാമൻ പാർത്തിരുന്നത് ഇന്നീ പട്ടണം നിലനിൽക്കുന്ന പ്രദേശത്താണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടുത്തെ ശ്രീരാമക്ഷേത്രത്തിന് സമീപത്തുള്ള വനപ്രദേശത്ത് ഏതാനും നാളുകൾ മൂവരും തങ്ങിയിരുന്നുവെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. കാടിനുള്ളിൽ ശ്രീരാമൻ ഒരു പർണശാല പണിയുകയും പത്നി സീതയും സഹോദരൻ ലക്ഷ്മണനുമൊത്ത് കുറച്ചുകാലം ഇവിടെ വസിക്കുകയും ചെയ്തു. ഭദ്രാചലത്തുള്ള ശ്രീരാമക്ഷേത്രത്തിൽ നിന്നും ഏതാണ്ട് 32 കിലോമീറ്റർ അകലെയായിട്ടായിരുന്നു ഈ പർണശാല പണിതത്. ഈ പർണശാലയിൽ നിന്ന് തന്നെയാണ് രാവണൻ സീതയെ അപഹരിച്ച് ലങ്കയിലേക്ക് കൊണ്ടുപോയത് എന്നുമാണ് ഐതിഹ്യം. ദക്ഷിണായോധ്യ എന്ന് വിളിക്കപ്പെടുന്ന ഈ ക്ഷേത്രം ഗോദാവരിയിലെ ദിവ്യക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹമായ ശ്രീരാമൻ സുന്ദരനും ആകർഷകനുമായ വ്യക്തിയായി പ്രതിനിധീകരിക്കപ്പെടുന്നു. ഒരു കൈയിൽ താമരയും മറുകൈയിൽ കത്തിവലംബിത ഭാവവും കാണിച്ച് ത്രിഭംഗ ഭാവത്തിൽ സീത രാമന്റെ അടുത്ത് നിൽക്കുന്നു. ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ വിവിധ ദൈവങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്ന മറ്റ് നിരവധി ആരാധനാലയങ്ങളുണ്ട്. ഈ ക്ഷേത്രത്തിൽ നിരവധി പ്രധാന ഉത്സവങ്ങളും ആഘോഷങ്ങളും സംഘടിപ്പിക്കപ്പെടുന്നു. വൈകുണ്ഠേകാദശി, വസന്തോത്സവം, ബ്രഹ്മോത്സവം, വിജയദശമി, ശബരിസ്മൃതി യാത്ര, ഹനുമാൻ ജയന്തി, ദമക്ക സേവായാത്ര എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ. ഇന്ത്യയിലുടനീളം മറ്റൊരിടത്തും കാണാത്ത വൈകുണ്ഠരാമ രൂപത്തിലുള്ള രാമന്റെ സവിശേഷമായ ഒരു പ്രതിമയുള്ളതിനാൽ ഈ ക്ഷേത്രം പ്രധാനമായി കണക്കാക്കപ്പെടുന്നു. രാമായണ കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നായതിനാൽ രാമഭക്തർ ഈ ക്ഷേത്രത്തോട് നല്ല ആത്മബന്ധം പുലർത്തിപ്പോരുന്നു. ഇന്ന് ഈ ക്ഷേത്രം തെലങ്കാനയിൽ മാത്രമല്ല ഇന്ത്യയിലുടനീളവും ലോകമെമ്പാടും പ്രസിദ്ധമാണ്. ഇതിന്റെ സമീപനത്തിന്റെ ബുദ്ധിമുട്ടുകൾക്കിടയിലും വിഗ്രഹത്തിന്റെ മാന്ത്രിക ചാരുത എല്ലാ വർഷവും ആയിരക്കണക്കിന് തീർത്ഥാടകരെ ആകർഷിക്കുന്നു. വിസ്മയ കാഴ്ചകളുടെ പെരുമ കൊണ്ട് സന്ദർശകരെ ഭദ്രാചലം സംപ്രീതരാക്കുന്നു. ജഡായുപ്പക്ക, പർണശാല, ദുമ്മുഗുഡം, ഗുണ്ടാല എന്നീ സ്ഥലങ്ങൾ ഇവയിൽ ചിലതാണ്. ഇവിടുത്തെ 2 പ്രശസ്ത ക്ഷേത്രങ്ങളായ ശ്രീ സീതാരാമചന്ദ്രസ്വാമി ക്ഷേത്രവും ഭദ്രാചല രാമക്ഷേത്രവും അവയുടെ ആത്മീയ പ്രാധാന്യവും ചരിത്ര പ്രസക്തിയും കൊണ്ട് ആയിരക്കണക്കിന് വിശ്വാസികളെ എല്ലാ വർഷവും ഇവിടേക്ക് ആകർഷിക്കുന്നു.